ഹാപ്പി ബർത്ത്ഡേ. താങ്ക്സ്. വെൽക്കം. അനുഭവിച്ചറിയൂ സ്നേഹത്തിന്റെ രുചി. ദ സോൾട്ട് റെസ്റ്റോറന്റ്, തോപ്പുംപടി, കാക്കനാട് ആൻഡ് പനപ്പള്ളി നഗർ. സംസ്ഥാന മേഖലയും തൊഴിലാളി ക്ഷേമനിധി ബോർഡും തകർത്ത സർക്കാരിന് മാപ്പില്ല. വി.ഡി. സതീശൻ. സംസ്ഥാന മേഖലയും എന്ന പോലെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിനെയും തകർത്ത സർക്കാരിന് മാപ്പില്ല. വി.ഡി. സതീശൻ. കേരളത്തിലെ സംസ്ഥാന മേഖലയിലെയും കഴിഞ്ഞ 9 വർഷക്കാലത്തെ ഭരണം കൊണ്ട് തകർത്ത് തരിപ്പണമാക്കിയ പിണറായി സർക്കാർ കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികളുടെ ആശയും പ്രതീക്ഷയുമായ നിർമ്മാണ തൊഴിലാളികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന മുൻ സ്പീക്കർ എ.സി. ജോസ് ഭാവന ചെയ്തു വളർത്തിക്കൊണ്ടുവന്ന ക്ഷേമനിധി ബോർഡിനെ തകർത്തു പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ പറഞ്ഞു. ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ കൗൺസിൽ യോഗം എറണാകുളത്ത് അധ്യാപിക ഭവനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗവൺമെന്റിന്റെ കയ്യിൽ ഒരു കണക്കില്ല. കേരളത്തിൽ നിന്ന് ഒരു വർഷം എത്ര തുകയാണ് കേരളത്തിന്റെ സമ്പദ്ഘടനയിൽ നിന്ന് റിവേഴ്സ് റെമിറ്റൻസ് ആയി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത്? ഇത് നമ്മുടെ സമ്പദ്ഘടനയെ എത്രമാത്രം ക്ഷീണിപ്പിച്ചിട്ടുണ്ട്, എത്രമാത്രം ദോഷം വരുത്തിയിട്ടുണ്ട് എന്ന് ഒരു പഠനം ഇതുവരെ നടത്തിയിട്ടില്ല കേരളത്തിൽ എന്നത് ദൗർഭാഗ്യകരമാണ്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ലോകത്തെല്ലായിടത്തും തൊഴിലിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. തൊഴിൽ പഴയ പോലെ അല്ല. ഇപ്പോൾ കോവിഡിന് മുമ്പുള്ള തൊഴിലും കോവിഡിന് ശേഷമുള്ള തൊഴിലും തമ്മിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. പല രംഗത്തും തൊഴിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് തൊഴിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ വേറൊരു സ്ഥലത്ത് പുതിയ തൊഴിൽ ഉണ്ടാകുന്നുണ്ട്. ലോകരാജ്യം പണ്ട് അങ്ങനെയില്ല. പണ്ടത്തെ സ്പീഡ് എന്ന് പറയുന്നത് 10-25 കൊല്ലം കൂടുമ്പോഴാണ് തൊഴിലിന്റെ സ്വഭാവം മാറുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. കേരളത്തിൽ ഫ്ളാറ്റുകളുടെയും നാഷണൽ ഹൈവേ നിർമ്മാണത്തിന്റെയും വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് കെട്ടിടങ്ങളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ നടക്കുമ്പോൾ അവയിൽ നിന്ന് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ലഭിക്കേണ്ട സെസ്സിലൂടെ കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികൾക്ക് കുറഞ്ഞത് 10,000 രൂപയെങ്കിലും പെൻഷനും മറ്റാനുകൂല്യങ്ങളും നൽകാൻ കഴിയുന്ന സാഹചര്യമുള്ളപ്പോൾ ഗവൺമെന്റിനെയും നിലവിലുള്ള ക്ഷേമനിധി ബോർഡിന്റെയും കെടുകാര്യസ്ഥതയും അലംഭാവവും കൊണ്ട് 18 മാസം പെൻഷൻ കുടിശ്ശികയും ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത സാഹചര്യവും ഉണ്ടായിരുന്നു. ക്ഷേമനിധി ബോർഡിന്റെ പക്കൽ കരുതൽ ധനമായി ലഭിക്കേണ്ട കോടികൾ സർക്കാർ നഷ്ടപ്പെടുത്തി എന്നു മാത്രമല്ല ധൂർത്തും സ്വജനപക്ഷപാതവും കൊണ്ട് ബോർഡ് തകർച്ചയുടെ വക്കിലാണ്. തൊഴിലാളികൾ 60 വയസ്സ് വരെ അടച്ച് അമിഷാദായ തുക പോലും തിരികെ നൽകുന്നില്ല എന്ന് മാത്രമല്ല ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് ക്ഷേമനിധി പെൻഷനോടൊപ്പം ക്ഷേമ പെൻഷനും വാങ്ങാമെന്ന് ഉത്തരവിനെ ഈ ഗവൺമെന്റ് അട്ടിമറിച്ചിരിക്കുകയാണ്. ഇനിയെങ്കിലും പാവപ്പെട്ട തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുന്നതിനും അവ സമയബന്ധിതമായി നൽകുന്നതിനുമുള്ള സത്വര നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുനിൽ ജോസിന്റെ അധ്യക്ഷതയിൽ നടന്ന ജനറൽ കൗൺസിൽ യോഗത്തിൽ ശ്രീ ഹൈബി ഈഡൻ MP, ശ്രീ PC വിഷ്ണുനാഥ്, ശ്രീ TJ വിനോദ് MLA, KPCC ജനറൽ സെക്രട്ടറി അബ്ദുൽ മുത്തലീഫ്, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, UDF ജില്ലാ ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ, മുൻ MP KP ധനപാരൻ, KPCC സെക്രട്ടറിമാരായ ശ്രീ ടോണി ചമ്മിണി, അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ, ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികളായ NK കരീം, AP ഉസ്മാൻ, ജോൺ പഴേരി, KJ ജോസഫ്, ദേവരാജൻ, ശ്രീ തോമസ് കല്ലാടൻ, MK ബാലകൃഷ്ണൻ, MP ജോസ്, MP ജനാർദ്ദനൻ, MP ഹരിദാസ്, ശ്രീമതി മാലതി കൃഷ്ണൻ, സനൽ നെടിയറ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.